പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ ഒരു വിശുദ്ധനോ വിശുദ്ധയോ അല്ലെങ്കിൽ ഒരു ദമ്പതികളെയോ ഒക്കെ കുറിച്ചൊക്കെയാണ് സാധാരണ നമ്മൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട് കേൾക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുക വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ചാണ്. ഉൽമ കുടുംബം. അവർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തങ്ങളുടെ ജീവൻ പൂർണ്ണമായിട്ടും തങ്ങളുടെ അയൽക്കാരായ യഹൂദ ജനതയ്ക്ക് വേണ്ടിയിട്ട് ബലി കഴിച്ചുകൊണ്ട് രക്തസാക്ഷികളായി തീർന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ 7 പേരുണ്ട്. ഒരു ഗർഭസ്ഥ ശിശു ഉൾപ്പെടെയുള്ള ഒരു 7 പേരെ അടങ്ങുന്ന ഒരു കുടുംബമാണിത്. ഈ ഒരു കുടുംബത്തെയാണ് ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. ഈ ഒരു കുടുംബത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുക. വിക്ടോറിയ ജോസഫ് ഉൽമ കുടുംബത്തിലെ കുടുംബനാഥനായ ജോസഫ് ഒരു കൃഷിക്കാരനായിരുന്നു. 1900 മാർച്ച് 2-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹവും ചെറുപ്പകാലം മുതൽ കൃഷി കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നതും മാതാപിതാക്കളോടൊപ്പം കൃഷി ചെയ്തൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 4-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ജോസഫ് തൻ്റെ പഠനത്തിന് ശേഷം കുറച്ചുകൂടി ഹയർ സ്റ്റഡീസ് ചെയ്തത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു കാർഷിക സ്കൂളിൽ ചേർന്ന് തൻ്റെ ഉപരിപഠനം നടത്തുകയും അതിൽ മികവ് പുലർത്തുകയും ചെയ്തു. അദ്ദേഹം ജീവിച്ചിരുന്നത് പോളണ്ടിലെ മാർക്കോവ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ രക്തസാക്ഷിത്വം നടക്കുന്നത്. ഈ ഒരു കുടുംബം കഴിഞ്ഞ് പിന്നെ ശിഷ്ടകാലം ജീവിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. മാർക്കോവയിലെ ആദ്യത്തെ ഫലവൃക്ഷ നഴ്സറിയൊക്കെ സ്ഥാപിക്കുന്നത് ജോസഫ് തന്നെയായിരുന്നു. ജോസഫിൻ്റെ ഈ ഒരു പ്രത്യേക താല്പര്യം കാരണം പല കാര്യങ്ങളും കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടത്തി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടത്തിയാണ് ജോസഫ് തൻ്റെ മുന്നോട്ടുള്ള ജീവിതം നയിച്ചത്. ഇതുകൂടാതെ ജോസഫ് ഒരു ലൈബ്രറിയനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയിലും ജോസഫിന് പ്രത്യേക ഒരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ വളർന്നു കഴിഞ്ഞ് ഇതുപോലെ ലൈബ്രറിയനായും ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ ജോസഫ് തൻ്റെ ഉപജീവനം നടത്തിയിരുന്നപ്പോൾ ഇതിൽ താരതമ്യേന അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഫോട്ടോഗ്രാഫിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക സ്കില്ല് വെച്ച് അദ്ദേഹം തന്നെ സ്വയം അസംബിൾ ചെയ്ത ഒരു ക്യാമറ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ അത് ആ നാട്ടിലെ ഒരു ഏറ്റവും പുതിയ ഒരു സംഭവമായിരുന്നു ജോസഫ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ജോസഫ് ഇതെല്ലാം കൂടാതെ സാമൂഹികപരമായിട്ടും വളരെ അധികം നന്നായി എല്ലാവരുമായിട്ട് ഇടപെട്ട് സാമൂഹികപരമായി നല്ല മികവ് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തിയേറ്ററിലാണെങ്കിലും തിയേറ്റർ പ്ലേ ചെയ്യുന്നതിനൊക്കെ ജോസഫ് വളരെ താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിലല്ല എല്ലാ രീതിയിലും സാമൂഹ്യ സേവനത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ഇനി അടുത്തായിട്ട് നമ്മൾ കേൾക്കുക ജോസഫിൻ്റെ ഭാര്യയായി തീർന്ന വിക്ടോറിയ ഉൽമയെക്കുറിച്ചാണ്. വിക്ടോറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തെക്കാളും ജോസഫിനേക്കാളും ഒരു 12 വയസ്സിന് ഇളയതാണ് വിക്ടോറിയ ഉൽമ. വിക്ടോറിയ അങ്ങനെ ജോസഫിനെ പോലെ വളരെ സാമൂഹികപരമായിട്ട് ഇടപെട്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. വിക്ടോറിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിലെ 7 മക്കളിൽ ഒരാളായിരുന്നു വിക്ടോറിയ. വിക്ടോറിയയുടെ ചെറുപ്പത്തിൽ തന്നെ വിക്ടോറിയയ്ക്ക് തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. ആദ്യമായിട്ട് നഷ്ടപ്പെടുക അമ്മയാണ്. അതിനുശേഷം വിക്ടോറിയയുടെ അപ്പൻ കുറേ കാലം വളർത്തി. അങ്ങനെ വിക്ടോറിയയുടെ വിവാഹത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ അപ്പനും അവളെ അനാഥയാക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു സമയത്താണ് ഇവർ പരിചയപ്പെടുന്നതും. 1935 വിക്ടോറിയയുടെയും ജോസഫിൻ്റെയും വിവാഹം നടക്കുന്നത്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ വളരെ ആഴപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. ഇവരുടെ വിവാഹത്തിന് ശേഷം ഏകദേശം 1 വർഷത്തിന് ശേഷം തന്നെ അവർക്ക് മക്കളെ ലഭിക്കുകയുണ്ടായി. അങ്ങനെ അവർക്ക് ഏകദേശം ഇവരുടെ ഒരു മരണത്തിൻ്റെ ആ ഒരു കാലഘട്ടം വരെ ഇവർക്ക് 7 മക്കൾ, അതായത് ഒരു അൺബോൺ കുഞ്ഞുൾപ്പെടെ ഉദരത്തിലായിരിക്കും ഒരു ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ 7 കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ദാനമായിട്ട് ലഭിക്കുക. അങ്ങനെ ഈ 6 മക്കളെയും അവർ വളരെ വിശ്വാസത്തിൽ വളർത്തി വളരെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകാപരമായൊരു ജീവിതം നയിച്ചു തന്നെയാണ് അവർ ആ ഒരു മാർക്കോവ ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടുക.
മാർക്കോവയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോളണ്ടിൽ ഒരു ഭീകരത വർദ്ധിച്ചു വരുന്ന സമയം, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് യുദ്ധത്തിൻ്റെ ഭീകരത വർദ്ധിച്ചു വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ പ്രത്യേകമായിട്ട് ജർമ്മൻകാർ പ്രത്യേകമായിട്ട് യഹൂദ ജനതകളെ തിരഞ്ഞു പിടിച്ച് അവരെ ആ നാട്ടിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഒരു തീരുമാനം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സമയത്ത് 6 ദശലക്ഷത്തോളം യഹൂദരെയാണ് വധിക്കുകയുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് മാർക്കോവ ഗ്രാമത്തിൽ 4000-ഓളം യഹൂദ ജനത കഴിഞ്ഞുകൂടുന്നുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ പ്രാർത്ഥനാ ആലയങ്ങളും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അവർ ആ സമയങ്ങളിൽ അവിടുത്തെ പ്രാർത്ഥനാലയങ്ങളിൽ പോകും. സിനഗോഗ്, ലാൻഡ്കട്ടിൽ സിനഗോഗുണ്ട്. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4000-ഓളം പേര് മാർക്കോവിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ 120-ഓളം പേര് ഇവരുടെ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ, കുഞ്ഞു ഗ്രാമത്തിൻ്റെ പരിസരത്തുമൊക്കെ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് ഉൽമയുടെ കുടുംബം പ്രത്യേകമായിട്ടും യഹൂദ ജനതയായിട്ടും വളരെ നല്ല രീതിയിൽ ചേർന്ന് പോകുന്ന ഒരു രീതിയായിരുന്നു. ജോസഫ് സ്വന്തമായിട്ട് കൃഷി ചെയ്ത പച്ചക്കറികളും മറ്റുമൊക്കെ ഇവരുമായിട്ട് പങ്കുവെച്ചൊക്കെയാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. അങ്ങനെ ഇവർക്ക് നല്ലൊരു ബന്ധം ഇവരുമായിട്ട് യഹൂദ ജനതയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1949 ഈ ഒരു യുദ്ധഭീകരത വളരെയധികം വർദ്ധിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ യഹൂദരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ കുറേ പേര് ഇതുപോലെ ജോസഫിൻ്റെ കുടുംബത്തിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ ജോസഫിന് അവർക്ക് പ്രശ്നമുണ്ടാകുമായിരുന്നെങ്കിൽ കൂടിയും അവർ ഒരു നല്ലൊരു ഗ്രൂപ്പ് യഹൂദരെ തങ്ങളുടെ ആ ഒരു ഭവനത്തിൽ അവർ ഒളിച്ചു പാർക്കുവാനായിട്ട് അനുമതി നൽകുകയുണ്ടായി. അങ്ങനെ അവർ ഒരുമിച്ച് കുറച്ച് പേരെ അവരെ ഒളിവിൽ പാർപ്പിക്കാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുകയും അവരോടൊപ്പം ഒരു നല്ലൊരു കൂട്ടം യഹൂദ ജനത താമസിക്കുകയുണ്ടായി. ആയിരത്തി 1939 നവംബർ 23 മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് യഹൂദ ജനത പ്രത്യേകമായി 10 വയസ്സിന് മുകളിലുള്ള എല്ലാവരും കൈകളിൽ ദാവീദിൻ്റെ നക്ഷത്രം പതിച്ച ബാൻഡുകൾ ധരിക്കണമെന്ന ഉത്തരവിറക്കി. അപ്പോൾ ഇങ്ങനെ ഈ വിധത്തിൽ യഹൂദരെ കണ്ടെത്തി അവരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. അതോടൊപ്പം തന്നെ പലർക്കും ഈ യഹൂദ ജനതയ്ക്ക് പ്രത്യേകിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതോടൊപ്പം വരുന്നതായിരുന്നു സ്കൂളുകളിൽ മതപഠനം. അവർ ഇനി മതപഠനം നടത്താൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചു. അതോടൊപ്പം തന്നെ വൈദികർക്ക്, പുരോഹിതന്മാർക്ക് യാത്രാവിലക്കുകൾ നൽകുവാൻ തുടങ്ങി. അങ്ങനെ ജോലി ചെയ്യുന്നതിന്, യഹൂദ ജനതയ്ക്ക് ജോലി ചെയ്യുന്നതിനുള്ള വിലക്കുകൾ, അങ്ങനെ ഒത്തിരി വിലക്കുകൾ, നിരോധന ആജ്ഞകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ യഹൂദർക്ക് പൊതുവെ എല്ലാ വിധത്തിലും അവർക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു നന്നായി പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. അങ്ങനെ ഈ ഒരു ഘട്ടത്തിലാണ് കുറച്ച് പേര്, ഏതാനും പേര് നമ്മുടെ ജോസഫ് ഉൽമ കുടുംബത്തെ സമീപിക്കുന്നത്. അദ്ദേഹം അവർക്ക് അഭയം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇവരെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം ചെയ്തത് ഏകദേശം 150-ഓളം പേര് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അവിടെയുള്ള പ്രാന്തപ്രദേശങ്ങളിൽ കുഴികളെടുത്ത് അവിടെ ഒളിവിൽ താമസിക്കാനായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം അവിടെ അവർക്കായിട്ട് ചെയ്തു കൊടുത്തു. പിന്നീട് ഉണ്ടായതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ജോസഫിൻ്റെ കുടുംബത്തിൽ മാത്രമായിട്ട് 2 കുടുംബങ്ങൾ, വേറെ 2 യഹൂദ കുടുംബങ്ങൾ പ്രത്യേകമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് സാൾ കുടുംബം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള 6 പേര് ജോസഫിൻ്റെ കുടുംബത്തിൽ അഭയം പ്രാപിച്ചു. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ കുടുംബത്തിൽ ഉള്ളവരുടെ മക്കൾ 2 പെൺകുട്ടികളും ഇവരോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഈ ഒളിവിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഉപജീവനം നടത്തണമല്ലോ. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇവർ ജോസഫിനെ തുകൽ ടാങ്കിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പകൽ സമയങ്ങളിലൊക്കെ സഹായിച്ചിരുന്നു. ബാക്കി സമയങ്ങളിലെല്ലാം പക്ഷേ ഇവർ പുറത്ത് ഇറങ്ങാത്ത രീതിയിൽ തന്നെയാണ് യഹൂദ ജനത കഴിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ജോസഫിനെ ഇങ്ങനെ ജോലി കാര്യങ്ങളിലെല്ലാം പകൽ സമയങ്ങളിലൊക്കെ സഹായിച്ചൊക്കെയാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്.
പക്ഷേ ഈ ഒരു സംഭവം പുറത്ത് ചോർന്നു പോകാനായിട്ട് ഒരു സാഹചര്യമുണ്ടായി. വിക്ടോറിയ നല്ലൊരു ശേഖരം വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് പലരും ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അധികാരികളെ ആരോ ഇത് അറിയിക്കുന്നുണ്ട്. അങ്ങനെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും വീണ്ടും കുറച്ചും കൂടി കർശനമായ രീതിയിൽ യഹൂദ ജനതയ്ക്കുള്ള തിരച്ചിൽ ആരംഭിക്കുവാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ മാർക്കോവയിലുള്ള മേജറിനെ ജർമ്മൻകാർ അറിയിക്കുകയാണ്, ഇനി മാർക്കോവയിലുള്ള ഏതെങ്കിലും യഹൂദ ജനതകളുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം കണ്ടെത്തി നൽകണമെന്ന് ഉള്ള ഉത്തരവ് അറിയിക്കുകയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ മറ്റ് ഇവർ കണ്ടെത്തിയിരുന്ന യഹൂദ ജനതകൾക്ക് സംഭവിച്ചിരുന്നതെന്ന് വെച്ചാൽ അവരെ ഒന്നെങ്കിൽ അവരെ കണ്ടെത്തുന്നവരെ എല്ലാം ലേബർ ക്യാമ്പുകളിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുപോയി അവരെ അവിടെ വെച്ച് കൊല ചെയ്യും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അങ്ങനെ ഇതായിരുന്നു യഹൂദ ജനതയുടെ അവസ്ഥ, കണ്ടെത്തുന്നവരുടെ അവസ്ഥ ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏറെ ഭയപ്പെട്ടാണ് ഇവർ മറ്റുള്ളവർ ഈ ഒരു മാർക്കോവ ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടുക. അങ്ങനെ വിക്ടോറിയയുടെ ഈ ഒരു പുതിയ രീതിയിലുള്ള ഭക്ഷണം വാങ്ങിക്കുന്നതൊക്കെ കണ്ടെത്തിയപ്പോൾ ഇവർക്ക് കൂടുതൽ സംശയങ്ങൾ തോന്നി. അങ്ങനെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള യഹൂദ ജനതയ്ക്ക് വേണ്ടി ഇനിയും ആരെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് മാർക്കോവ ഗ്രാമത്തിൽ ആരെയും തന്നെ അവർ താമസിക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ എത്രയും വേഗം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് അധികാരികൾ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോൾഡ്മാൻ കുടുംബം, സാൽ കുടുംബവും എല്ലാം നമ്മുടെ ജോസഫിൻ്റെ ഭവനത്തിൽ താമസിക്കുകയാണ്. പക്ഷേ ജോസഫ് അവരെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ജോസഫ് വിക്ടോറിയ കുടുംബം കൂടുതലും അവരെ സംരക്ഷിച്ച് നിർത്താനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയുണ്ടായി. പക്ഷേ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി, ഇവർക്ക് ലെസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവരായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ ഏർപ്പാട്, ഇവർക്കുണ്ടായിരുന്ന ഒരു ഭൂസ്വത്ത് കൈക്കലാക്കാനുള്ള ഉദ്ദേശത്തോടെ ലെസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹമായിരിക്കാം ഇവരെ ഒറ്റുകൊടുത്തതെന്നാണ് കരുതപ്പെടുക. അദ്ദേഹം ഒരു ബ്ലൂ പോലീസാണ്. അങ്ങനെ അദ്ദേഹം ഇവിടെ ഒളിവിൽ 2 കുടുംബങ്ങൾ ഉണ്ടെന്നുള്ള അറിയിപ്പ് നൽകുകയും ഒരു ദിവസം രാത്രി 1944 ഒരു രാത്രി ഇതുപോലെ പെട്ടെന്ന് ജർമ്മൻ പോലീസുകാരും 4-5 ജെൻഡാർമുകളും കൂടെ ഇവരുടെ ഭവനം വളയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ പോലീസുകാർ വളഞ്ഞു ഇവരുടെ ഭവനത്തിൽ താമസിക്കുന്ന എല്ലാവരെയും പുറത്തിറക്കി. ചിലരെ ആ ഉറക്കത്തിൽ തന്നെ അവർ വെടിവെച്ച് കൊന്നു. ഗോൾഡ്മാൻ കുടുംബത്തിലുള്ളവരും സാൾ കുടുംബത്തിലുള്ളവരൊക്കെ അവിടെ വെച്ച് തന്നെ ക്ഷണനേരം കൊണ്ട് മരിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ജോസഫിൻ്റെ കുടുംബമായിരുന്നു അവിടെ അവശേഷിച്ചിരുന്നത്. അപ്പോൾ ജോസഫിൻ്റെ കുടുംബത്തെ അവർ പുറത്തിറക്കി നിർത്തി എന്നാണ് പറയുക. പുറത്തിറക്കിയിട്ട് ഇവരോടൊപ്പം ചെറിയ കുട്ടികൾ ഉണ്ട്. ഇവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 6 മക്കൾ. ഈ സമയം വിക്ടോറിയ ഗർഭിണിയാണ്. അപ്പോൾ 6 മക്കളെയും അവർ എല്ലാം പുറത്തിറക്കി. എന്നിട്ട് ഇവർ തീരുമാനമെടുക്കുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു തീരുമാനം കുട്ടികളെയും അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ആദ്യമേ കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നു. അതോടൊപ്പം തന്നെ ജോസഫിനെയും വിക്ടോറിയയും അവിടെ വെച്ച് തന്നെ അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഈയൊരു ദൃശ്യം, ഈ ഒരു ഭീകരമായ ദൃശ്യം കാണുവാനായിട്ട്, അതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ ജർമ്മൻ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രാമവാസികളെയും ക്ഷണിച്ചു എന്നാണ് പറയുക. അപ്പോൾ ഗ്രാമവാസികളുടെ കൺമുൻപിൽ വെച്ചാണ് ഈ ഒരു ധീര രക്തസാക്ഷിത്വം നടക്കുന്നത്. ആ ഒരു കുടുംബം മുഴുവനും അന്ന് വിശ്വാസത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ ബലിയൊഴിക്കുകയാണ്. അങ്ങനെ ഇത് അവർ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് വെച്ചാൽ മറ്റുള്ളവർ ആരെങ്കിലും ആ ഗ്രാമത്തിൽ ഇതുപോലെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയും ഒരുപക്ഷെ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് കാണിക്കുവാനായിരിക്കും. അപ്പോൾ ഈ ഞെട്ടിക്കുന്ന ഒരു സംഭവം, കാര്യം ജോസഫ് കുടുംബം എന്ന് പറയുന്നത് അന്ന് മാർക്കോവയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പോൾ ഈ ഒരു ദൃശ്യം ശരിക്കും ആ ഒരു ഗ്രാമവാസികൾക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പക്ഷേ നമ്മൾക്ക് തുടർന്ന് പിന്നീട് കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു രക്തസാക്ഷിത്വം കൊണ്ട് ഒന്നും അവസാനിക്കുകയായിരുന്നില്ല, പക്ഷേ എല്ലാം ഒന്ന് പുതുതായിട്ട് തുടങ്ങുകയായിരുന്നു എന്നുള്ളത്. കാരണം ഇവരുടെ മരണശേഷം ഇവരെ ഒരു സ്ഥലത്ത് അടക്കം ചെയ്തിരുന്നു.
അത് കഴിഞ്ഞ് ഇവരുടെ ഈ ഒരു ധീര രക്തസാക്ഷിത്വം കണ്ടു തന്നെ ആ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും കൂടുതൽ പ്രചോദനം ലഭിക്കുകയാണ് ഉണ്ടായത്. അവർ കൂടുതലും പിന്നീടുണ്ടായിരുന്ന യഹൂദ ജനതകൾക്ക് എല്ലാവർക്കും അഭയം കൊടുക്കുവാനായിട്ട് അവർ ഗ്രാമവാസികളെല്ലാം കുറച്ചുകൂടി ധൈര്യത്തോടെ മുന്നോട്ട് വരുവാൻ തുടങ്ങി. അവർക്കുണ്ടായിരുന്ന ഭയം കൂടി മാറി അവരെല്ലാവരും ഇവരെ പോലെ നല്ല സമരിയക്കാരാകുവാനായിട്ട്, ഇവരെ പ്രത്യേകമായിട്ടും ഗുഡ് സമാരിറ്റൻസ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. കാര്യം ഇവരുടെ ആ ഒരു പെരുമാറ്റ രീതി കൊണ്ട് തന്നെ അങ്ങനെ അവിടെയുള്ളവർക്ക് കൂടുതൽ ശക്തിയും പ്രചോദനവും ഇവരുടെ ഈ ഒരു രക്തസാക്ഷിത്വം വഴി ലഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, ഇവരെ അടക്കം ചെയ്തു, മരണശേഷം ഇവരെ അടക്കം ചെയ്തു കഴിഞ്ഞിട്ട് ഇവരെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക്, ഇവരുടെ ബോഡി എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സംസ്കരിക്കുവാനായിട്ട് ഗ്രാമവാസികൾ എടുക്കുമ്പോൾ അതിൽ വിക്ടോറിയയുടെ, നേരത്തെ പറഞ്ഞല്ലോ വിക്ടോറിയ ഗർഭിണിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ വിക്ടോറിയയുടെ ആ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ സമയം, അതായത് വെടിവെക്കുന്ന മരണ സമയത്ത് വിക്ടോറിയ ലേബറിൽ തന്നെയായിരുന്നു, അതായത് കുഞ്ഞ് പുറത്ത് വരുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അവർ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ആ സമയത്ത് ബോഡി എടുത്തപ്പോൾ കണ്ടത്. കാര്യം ആ വിക്ടോറിയയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പകുതി പുറത്ത് വരുന്ന അവസ്ഥയിലാണ് കാണപ്പെട്ടത്. അപ്പോൾ ഒരു പ്രസവത്തിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് വിക്ടോറിയ അന്ന് ജീവൻ ബലിയായി നൽകുക. അങ്ങനെ ഈ ഒരു കുഞ്ഞുൾപ്പെടെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആൾത്താര വണക്കത്തിനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും നമുക്ക് ചുറ്റും ഇതുപോലെ ഇവരെ പോലെ ആവശ്യമുള്ളവർ, സ്നേഹം ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ നമ്മളുടെ സഹായം ആവശ്യമുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പലപ്പോഴും നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും നമ്മൾ കണ്ണടച്ച് കളയാറുണ്ട്. പക്ഷേ ഇതുപോലെ വിക്ടോറിയ ജോസഫ് ഉൽമ കുടുംബത്തെ പോലെ നമുക്കും കുറച്ചും കൂടി നമ്മളുടെ മനസ്സിനെ വിശാലമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ടും സുവിശേഷം അനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ടും പരിശ്രമിക്കാം. ആയിരത്തി 1944 ഇവരെ ഒറ്റുകൊടുത്ത വ്ളോഡിസിമിർ ലെസ് എന്ന് പറയുന്ന വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അതിനുശേഷം ഇവരുടെ മരണത്തിന് ശേഷം 1995 ഇവരുടെ ആ ഒരു ധീരതയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ നീതിക്കുള്ള അവാർഡ് ആ രാജ്യം നൽകി ഇവരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2016 ഈ ഒരു കുടുംബത്തിൻ്റെ പേരിൽ ഒരു മ്യൂസിയം തന്നെ പോളണ്ടിൽ സ്ഥാപിക്കുകയുണ്ടായി. ആ ഒരു മ്യൂസിയത്തിനും ഇവരുടെ പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും ഇവരുടെ ഒരു മരണത്തിന് ശേഷം എല്ലാം നശിപ്പിക്കണം എന്ന് കരുതിയെങ്കിൽ അതിൽ നിന്നെല്ലാം എല്ലാത്തിനും ഒരു പുതിയൊരു തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാ വിധത്തിലും ജോസഫ് ഉൽമ കുടുംബം എല്ലാവർക്കും ഒരു മാതൃകയായി തീർന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ഗർഭസ്ഥ ശിശു, ഇന്ന് നമ്മൾക്കറിയാം വളരെയേറെ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് വിവിധ കാരണങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്, അബോർഷൻ ചെയ്തു പോകുന്നു, മിസ്കാരേജായി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു മധ്യസ്ഥയായി ഈ രക്തസാക്ഷിയായി തീർന്ന ആ ഒരു ഉദരസ്ഥ ശിശുവിനെയും നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. ആ ഒരു കുഞ്ഞിൻ്റെ മധ്യസ്ഥം ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവരുടെ പേരിൽ സ്ഥാപിച്ച മ്യൂസിയം ഓഫ് പോൾസിൽ ചെല്ലുമ്പോൾ ഇവരുടെ ഭവനത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ബൈബിൾ ഉണ്ടെന്നാണ് പറയുക. ആ ബൈബിളിൽ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തു വച്ചിട്ടുണ്ട്. അത് നല്ല സമരിയാക്കാരൻ്റെ ആ ഒരു ഉപമയാണ്. എല്ലാ അർത്ഥത്തിലും ജോസഫ് ഉൽമ കുടുംബം അവരുടെ ഒരു ജീവിതം കൊണ്ട് തന്നെ ഈ ഒരു സുവിശേഷം വളരെ കൃത്യമായിട്ട് അവർ പാലിച്ചു, അവർ ജീവിച്ചു. നമ്മുടെ കുടുംബങ്ങളും ഇവരെ പോലെ നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കായിട്ട് നിസ്വാർത്ഥ സേവനം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധിയുടെ വിളനിലങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഇവരുടെ ആ ഒരു ജീവിതത്തിൽ അവർ അഷ്ടസൗഭാഗ്യങ്ങൾ എല്ലാവിധത്തിലും പാലിച്ചിരുന്നു എന്നാണ് പറയുക. അതുപോലെ തന്നെ അവരുടെ ആ ഒരു കുടുംബജീവിതത്തിലെ അവരുടെ ആ ഒരു പ്രണയമെന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധമായിരുന്നു. വികാരങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് അവരുടെ പ്രണയത്തിൽ, അവരുടെ സ്നേഹത്തിൻ്റെ അർത്ഥം പ്രായശ്ചിത്തവും ത്യാഗവും ജീവിതം തങ്ങൾ സ്നേഹിക്കുന്നവർക്കായിട്ട് ബലിയായി നൽകുക എന്നുള്ളതുമായിരുന്നു.
അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളുമായി തീരുക. നമ്മുടെ സ്നേഹത്തിനൊക്കെ ഇതിനെ വികാരങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെയും ഒക്കെ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധിയുടെ വിളനിലങ്ങളാക്കി തീർക്കുവാനായിട്ട് പരിശ്രമിക്കാം.